നമസ്കാരം. തേർഡ് സെമിസ്റ്റർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന സബ്ജക്റ്റ്, അതായത് 3034 എന്ന സബ്ജക്റ്റാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. നാല് സിഒകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് ഐഡന്റിഫൈ ഡിഫറെന്റ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് സ്റ്റഡി ദ ഓപ്പറേഷൻ. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ വരുന്ന ടോപ്പിക് ആ ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഓഫ് ടോർക്ക്, ആ ഇൻസ്ട്രുമെന്റ്സിലുള്ള ടോർക്കിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. അത് കഴിയുമ്പോൾ PMMC ആൻഡ് PMMI ഇൻസ്ട്രുമെന്റ്സിന്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് വരുന്നുണ്ട്. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ MC മീറ്റേഴ്സിന്റെ റേഞ്ച് എക്സ്റ്റൻഷൻ മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 2-ൽ നമുക്ക് വരുന്നത് സമ്മറൈസ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ഫോർ മെഷർമെന്റ് ഓഫ് വേരിയസ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് റെസിസ്റ്റൻസ് മെഷർമെന്റിന്റെ മെത്തേഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് ടോപ്പിക് ആയിട്ട്. നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് കേബിൾ ഫോൾട്സിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ആൻഡ് തേർഡ് ടോപ്പിക് ആയിട്ട് വരുന്നത് AC ബ്രിഡ്ജസിന്റെ വർക്കിംഗ് വരുന്നുണ്ട്. അതായത് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും മെഷർ ചെയ്യാനുള്ള ബ്രിഡ്ജസിന്റെ വർക്കിംഗ് ആണ് അതിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് മെത്തേഡ്സ് ഓഫ് പവർ ആൻഡ് എനർജി മെഷർമെന്റ്സ്. മൊഡ്യൂൾ 3-ൽ വരുന്നത് സമ്മറൈസ് ദ വർക്കിംഗ് ഓഫ് ഡിജിറ്റൽ ആൻഡ് സ്പെഷ്യൽ പർപ്പസ് മീറ്റേഴ്സ് ഫോർ ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് വരുന്നത് സ്പെഷ്യൽ പർപ്പസ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. സെക്കൻഡ് ടോപ്പിക് ആയിട്ട് വരുന്നത് മെത്തേഡ്സ് ഫോർ മെഷറിംഗ് എർത്ത് ആൻഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. പിന്നെ ഡിജിറ്റൽ മീറ്റേഴ്സിന്റെ വർക്കിംഗ് പഠിക്കാനുണ്ട്. CRO ആൻഡ് DSOന്റെ വർക്കിംഗ് പഠിക്കാനുണ്ട്. ലാസ്റ്റ് മൊഡ്യൂൾ, അതായത് മൊഡ്യൂൾ 4-ൽ നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പ്ലെയിൻ പ്രോസസ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ്. അതായത് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്താണ് എന്നുള്ളതും അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതുമാണ് ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ മെഷർമെന്റ് ആണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് ടാക്കോ ജനറേറ്റേഴ്സ് എന്താണ് എന്നുള്ളതും എത്ര തരം ടാക്കോ ജനറേറ്റേഴ്സ് ഉണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് ഡാറ്റ ആക്വിസിഷൻ സിസ്റ്റമിന്റെ സമ്മറൈസേഷൻ, അതായത് ഡാറ്റ ആക്വിസിഷൻ സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ 4 മൊഡ്യൂളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 4 മൊഡ്യൂളിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് മെഷർമെന്റ് എന്നറിയണം. വാട്ട് ഇസ് മെഷർമെന്റ്? മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അൺനോൺ ക്വാണ്ടിറ്റീനെ ഒരു പ്രീഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മെഷർമെന്റ് എന്ന് പറയാം. അപ്പോൾ വാട്ട് ഇസ് മെഷർമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം കമ്പാരിസൺ ഓഫ് ആൻ അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് എ പ്രീഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പൊ അതിൽ ഇൻസ്ട്രുമെന്റ്സ്, ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ്, നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. ഇതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് മെഷർമെന്റ്സിൽ നമുക്ക് ഏതൊക്കെ തരം മെഷർമെന്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. അതിൽ ഡയമെൻഷണൽ മെഷർമെന്റ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ് ആണ് ഉള്ളത്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഇതിൽ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെഷർമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വേറെ ഒരു കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി, അതായത് ആ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് നമുക്ക് ഒരു കറണ്ടിന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്മീറ്ററിന്റെ ഡിഫ്ലക്ഷൻ നോക്കിയിട്ട് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും.
വോൾട്ടേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് കിട്ടും. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു മീറ്ററിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അത് ആ ഒരു മെഷർമെന്റ് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി മെഷേർഡ് ഒബ്റ്റെയിൻഡ് വിത്തൗട്ട് എനി കാൽക്കുലേഷൻസ്. ഒരു കാൽക്കുലേഷനും നമ്മൾക്ക് ആവശ്യമില്ല. ഡയറക്റ്റ് ആ മീറ്ററിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ വാല്യൂ കിട്ടും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കൂ, മെഷറിംഗ് കറന്റ് ബൈ അമ്മീറ്റർ, വോൾട്ടേജ് ബൈ വോൾട്ട് മീറ്റർ. അങ്ങനെയുള്ള മീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് മെഷർമെന്റ്സ് ആണ് ഡയറക്റ്റ് മെത്തേഡ്സിൽ വരുന്നത്. അതിന് ഡയറക്റ്റ് മെത്തേഡിൽ വരുന്ന ഇതിൽ തന്നെ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡിഫ്ലക്ഷൻ ടൈപ്പും ഉണ്ട്, കമ്പാരിസൺ ടൈപ്പും ഉണ്ട്. അങ്ങനെ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ആ ഡിഫ്ലക്ഷൻ ടൈപ്പിൽ വരുന്നതാണ് വോൾട്ട് മീറ്റർ ഒക്കെ, മീറ്റേഴ്സ് ഒക്കെ. അപ്പോൾ അതിൽ മീറ്റേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഡിഫ്ലക്ഷൻ മൂലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വാല്യൂസ് ഒക്കെ. കമ്പാരിസൺ മെത്തേഡ്സിൽ വരുന്നതാണ് പൊട്ടൻഷ്യോമീറ്റർ. അതായത് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ്. പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് വേരി ചെയ്തിട്ടാണ് നമുക്ക് അതിന്റെ മെഷർമെന്റ്സ് എടുക്കുന്നത്. പിന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ, ആ ഒരു ക്വാണ്ടിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, വേറെ ഒരു വാല്യൂ നമുക്ക് മെഷർ ചെയ്തിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം, അതായത് ഫങ്ഷണലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്കതിനെ ചെയ്തിട്ട് വേണം നമ്മുടെ കിട്ടേണ്ട മെഷർമെന്റ് നമുക്ക് കിട്ടാനായിട്ട്. അതായത് വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി മെഷേർഡ് ഒബ്റ്റെയിൻഡ് ബൈ മെഷറിംഗ് അതർ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഫങ്ഷണലി റിലേറ്റഡ് ടു റിക്വയർഡ് വാല്യൂ. അങ്ങനെയാണ് നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കാണേണ്ടത് അത് അവിടെ ഉണ്ടാവില്ല. അതേ സമയത്ത് നമുക്ക് അത് ജസ്റ്റ് ഒരു ചെറിയൊരു കാൽക്കുലേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് വരും, നമുക്ക് കിട്ടും. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം, റെസിസ്റ്റൻസിന്റെ മെഷർമെന്റ് നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസിന്റെ മെഷർമെന്റ് കിട്ടും. ഓംസ് ലോയിൽ R = V/I ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ട് മീറ്ററും അമ്മീറ്ററും നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് വോൾട്ട് മീറ്ററിന്റെ വോൾട്ടേജിന്റെ വാല്യൂ കിട്ടും, അമ്മീറ്ററിന് കറണ്ടിന്റെ വാല്യൂ കിട്ടും. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടും. അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഫങ്ഷൻസ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അതിൽ 3 തരം ഫങ്ഷൻസ് ആണുള്ളത്. ഇൻഡിക്കേറ്റിംഗ് ഫങ്ഷൻ, റെക്കോർഡിംഗ് ഫങ്ഷൻ, കൺട്രോളിംഗ് ഫങ്ഷൻ. ഇതിൽ ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, അതായത് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ഫങ്ഷനും ഓരോന്നിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും, എ മെഷർമെന്റ് സിസ്റ്റം കണ്ടെയ്ൻസ് പ്രൈമറി സെൻസിങ് എലമെന്റ്, വേരിയബിൾ കൺവേർഷൻ എലമെന്റ് ആൻഡ് ഡാറ്റ പ്രസന്റേഷൻ എലമെന്റ്. ഒരു മെഷർമെന്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി സെൻസിങ് എലമെന്റ് ഉണ്ടാവും, ഒരു സെൻസ് ചെയ്യാനുള്ള ഒരു എലമെന്റ് ഉണ്ടാവും. കൺവേർഷൻ ചെയ്യാനുള്ള ഒരു എലമെന്റ് ഉണ്ടാവും. പിന്നെ ഡാറ്റ പ്രസന്റേഷൻ എലമെന്റ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് സിഗ്നൽ കണ്ടീഷനിങ്. സിഗ്നൽ കണ്ടീഷനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സിഗ്നലിൽ നോയ്സ് കയറി വന്നു കഴിഞ്ഞാൽ അതിന്റെ നോയ്സ് ഒക്കെ ഒഴിവാക്കി അതിനെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സിഗ്നലാക്കി മാറ്റുക. അതാണ് സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമുക്കുള്ളത്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരിക? മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻസ്. കൺട്രോൾ ഓപ്പറേഷൻസിലും മോണിറ്ററിംഗ് ഓപ്പറേഷൻസിലൊക്കെയാണ് നമുക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ അപ്ലിക്കേഷൻസ് വരിക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഇനി പറയാനുള്ളത്. അതിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സും സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സും. എന്താണ് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ? ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ the magnitude of quantity under measurement given in terms of physical quantity of the instrument. അതായത് നമുക്ക് മെഷർ ചെയ്യേണ്ട ഒരു ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക? അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക. എക്സാമ്പിൾ എന്താണ്? ടാൻജന്റ് ഗാൽവനോമീറ്ററും റെയ്ലീസ് കറന്റ് ബാലൻസും. ഇതാണ് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ
എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളത് ടാൻജന്റ് ഗാൽവനോമീറ്റർ ആൻഡ് റേലീസ് കറന്റ് ബാലൻസ്. നെക്സ്റ്റ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ value measured from deflection of instrument which is pre-calibrated with absolute instruments. Absolute instruments വെച്ചിട്ട് മുമ്പേ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, അതായത് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് പ്രീ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് എടുക്കുന്ന അതിന്റെ ഡിഫ്ലക്ഷൻ നോക്കിയിട്ട് എടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ മെഷർമെന്റ് ആണ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. എക്സാമ്പിൾ എന്താണ്? അമ്മീറ്റർ, വോൾട്ട് മീറ്റർ. അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മുന്നേ കൂട്ടി നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റേഴ്സ് ആണ്. അതിൽ കിട്ടുന്ന വാല്യൂസ് നമ്മൾ ഡിഫ്ലക്ഷൻ നോക്കിയിട്ടാണ് എടുക്കുന്നത്. അതൊക്കെയാണ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിന്റെ അണ്ടറിൽ വരുന്നത്. അമ്മീറ്ററും വോൾട്ട് മീറ്ററും അങ്ങനെ വരുന്ന മീറ്റേഴ്സ്. പിന്നെ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? നമുക്ക് അനലോഗ് ആയിട്ടും ഡിജിറ്റൽ ആയിട്ടും ഈ രണ്ട് മോഡുകളിൽ നമുക്ക് കിട്ടും. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ഇൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ മോഡ്. അതായത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ ആദ്യമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സും സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സും. ആ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ആണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ. അനലോഗ് ഇൻസ്ട്രുമെന്റ്സും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സും. പിന്നെ ആ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റിനല്ല, അനലോഗ് ഇൻസ്ട്രുമെന്റിനെ നമ്മൾ എന്തായിട്ടുണ്ട്? വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എന്ത്? ഡിഫ്ലക്റ്റിംഗ് ടൈപ്പും നൾ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പും. അപ്പോൾ അനലോഗ് ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഡിഫ്ലക്ഷൻ ടൈപ്പും നൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സും റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സും ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സും. ഇനി ഇതിൽ നമ്മൾ എക്സാമ്പിൾസ് പറയാൻ വിട്ടുപോയ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിലും സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിലും നമ്മൾ എന്ത് പറഞ്ഞു? എക്സാമ്പിൾസ് പറഞ്ഞു. ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിലെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ടാൻജന്റ് ഗാൽവനോമീറ്ററും റേലീസ് ബ്രിഡ്ജും ആയിരുന്നു. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിൽ നമ്മുടെ വോൾട്ട് മീറ്ററും അമ്മീറ്ററും ആ വക മീറ്റേഴ്സ് ഒക്കെ വരും. പിന്നെ അനലോഗ് ഇൻസ്ട്രുമെന്റ്സിൽ നെക്സ്റ്റ് വരുന്നത് അനലോഗ് ആണ്. അനലോഗ് ഇൻസ്ട്രുമെന്റ്സിൽ ഏതൊക്കെ പറയാം? നമ്മുടെ സാധാരണ അനലോഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന അമ്മീറ്ററും വോൾട്ട് മീറ്ററും നമുക്ക് പറയാം. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സിൽ എക്സാമ്പിൾസ് ആയിട്ട് ഡിജിറ്റൽ അമ്മീറ്ററും ഡിജിറ്റൽ മൾട്ടിമീറ്ററും ഒക്കെ നമുക്ക് പറയാം. പിന്നെ വരുന്നത് നൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് ആണ്. ആ നൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിന് നമുക്ക് പറയാം പൊട്ടൻഷ്യോമീറ്ററും ഗാൽവനോമീറ്ററും അതൊക്കെ പറയാം. പിന്നെ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിൽ നമുക്ക് എന്ത് പറയാം? ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിൽ തന്നെ മൂന്നെണ്ണം ഉണ്ട്. അതിൽ ഇൻഡിക്കേറ്റിങ്ങും ഇന്റഗ്രേറ്റിങ്ങും റെക്കോർഡിങ്ങും വരുന്നുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് വോൾട്ട് മീറ്ററും അമ്മീറ്ററും വാട്ട് മീറ്ററും ഒക്കെ പറയാം. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്കറിയാം മെഡിക്കൽ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്ന ECG പറയാം, പിന്നെ ഓസിലോസ്കോപ്പ് പറയാം. അതൊക്കെ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിലോ നമുക്ക് എന്ത് പറയാം? നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന എനർജി മീറ്റർ പറയാം. അതായത് കറണ്ടിന്റെ യൂണിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എനർജി മീറ്റർ പറയാം. അതിനു മുമ്പ് നമുക്ക് എന്താണ് ഈ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സും റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സും ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് ദ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയുടെ ആ നിമിഷത്തിലുള്ള നമ്മൾ എപ്പോഴാണോ മെഷർ ചെയ്യുന്നത് അപ്പോൾ ഉള്ള വാല്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലൊക്കെ നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു പോയിന്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് മെഷർ ചെയ്യാൻ. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? നമ്മൾ വാല്യൂ മെഷർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതെന്ത് ചെയ്യും? ആ വാല്യൂസ് അത് റെക്കോർഡ് ചെയ്യും. അതാണ് അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞ ECGയും ഓസിലോസ്കോപ്പും ഒക്കെ. നമുക്കത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക്
പ്രിന്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? അത് ഒരു അനലോഗ് ഡിവൈസ് ആണ്. എന്താണത്? ഇറ്റ് ഈസ് an analog device which is used to measure the total energy supplied by the circuit in a given amount of time and is independent of the total energy consumed. അതായത് നമുക്കിപ്പോൾ KCB നമ്മുടെ വീട്ടിലൊക്കെ എനർജി മീറ്റർ കൊണ്ടുവന്ന് വെക്കും. അതായത് നമ്മൾ സാധാരണ കറണ്ടിന്റെ മീറ്റർ എന്ന് പറയില്ലേ, ആ ഒരു സാധനം. അത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബില്ല് വരുന്നത് എപ്പോഴാണ്? നമുക്ക് 2 മാസം കൂടുമ്പോൾ ഒരു ബില്ലാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതെന്താണ് ഈ ഇൻസ്ട്രുമെന്റ് ചെയ്യുന്നത്? ഈ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ എനർജി മീറ്റർ എന്താണ് ചെയ്യുന്നത്? ആ ഒരു 2 മാസം നമ്മൾ യൂസ് ചെയ്യുന്ന എത്ര യൂണിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള എന്ത് മെഷർമെന്റ് ആണ് നമുക്ക് തരുന്നത്. ആ ഒരു 2 മാസത്തിൽ നമുക്ക് ആ 2 മാസത്തെ വാല്യൂസും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് തരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് എനർജി മീറ്റർ പറയാം അല്ലേ? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓപ്പറേറ്റിംഗ് ടോർക്സ് ആണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഫോഴ്സസ്. എന്താണ് ഓപ്പറേറ്റിംഗ് ഫോഴ്സസ്? നമുക്കൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ ഒരു പ്രത്യേകതരം ഫോഴ്സസ് അല്ലെങ്കിൽ ടോർക്കുകളൊക്കെ യൂസ് ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ടോർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് എന്തായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഉള്ള ടോർക്കുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 3 ടൈപ്പ് ഫോഴ്സസ് അല്ലെങ്കിൽ ടോർക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, പിന്നെ കൺട്രോളിംഗ് ടോർക്ക്, ലാസ്റ്റ് വൺ ആൻഡ് തേർഡ് വൺ ഡാമ്പിംഗ് ടോർക്ക്. അതിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 ടൈപ്പാണ് കേട്ടോ നമ്മുടെ ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ആർ ദ ഓപ്പറേറ്റിംഗ് ടോർക്സ് യൂസ്ഡ് ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഈ 3 ടോർക്കുകൾ കേട്ടോ. 1 ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്, 2 കൺട്രോളിംഗ് ടോർക്കാണ്, 3 ഡാമ്പിംഗ് ടോർക്കാണ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഒരു മീറ്റർ തന്നെ എടുക്കുക, ഒരു വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ അമ്മീറ്റർ തന്നെ എടുക്കാം. അതിൽ ഡിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ, അതായത് നമ്മൾ സപ്ലൈ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ അതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ പോയിന്ററിനെ 0 പൊസിഷനിൽ നിന്നും ഒരു പ്രത്യേക പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക മെഷർമെന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആ ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ടോർക്കാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ആ ഒരു നീഡിലിനെ അല്ലെങ്കിൽ പോയിന്ററിനെ 0 പൊസിഷനിൽ നിന്നും ഒരു പ്രത്യേക പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ടോർക്കാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ പോയിന്ററിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് കൺട്രോളിംഗ് ടോർക്കാണ്. കൺട്രോളിംഗ് ടോർക്ക് എന്താണ്? നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ കൺട്രോളിംഗ് ടോർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ 0 പൊസിഷനിൽ നിന്നും ഈ പോയിന്റർ മൂവ് ചെയ്ത് പോകും ചെയ്യും. നമുക്കൊരു പ്രത്യേക പോയിന്റർ നിൽക്കണം, എന്നാലേ നമുക്ക് മെഷർമെന്റ് എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു പോയിന്റിൽ നിൽക്കാതെ ഈ പോയിന്റർ എന്ത് ചെയ്യും? ഈ ഇൻസ്ട്രുമെന്റിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ എന്താണോ അതുവരെ വേണമെങ്കിൽ ഈ പോയിന്ററിന് നീങ്ങി പോകാം, മൂവ് ചെയ്ത് പോകാം. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടോർക്കാണ് കൺട്രോളിംഗ് ടോർക്ക്. ഈ കൺട്രോളിംഗ് ടോർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊണ്ട് ഈ പോയിന്റർ 0-ൽ നിന്ന് മൂവ് ചെയ്യും. എന്നാൽ കൺട്രോളിംഗ് ടോർക്ക് ഈ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഈക്വൽ മാഗ്നിറ്റ്യൂഡിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിട്ട് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ പോയിന്റർ എന്താവില്ല, മാക്സിമം ഡിഫ്ലക്ഷൻ പോയിന്റ് വരെ മൂവ് ചെയ്യാതെ ഒരു പ്രത്യേക പോയിന്റിൽ അല്ലെങ്കിൽ അത് ഒരു നമുക്ക് മെഷർ ചെയ്യേണ്ട പോയിന്റിൽ പോയിട്ട് സ്റ്റക്കായി നിൽക്കും. അതിനെയാണ്, ആ ഒരു ടോർക്കിനെയാണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള ടോർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്
ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക് ഏത് ഡയറക്ഷനിലായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. മാഗ്നിറ്റ്യൂഡിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഈക്വൽ മാഗ്നിറ്റ്യൂഡിലായിരിക്കും കൺട്രോളിംഗ് ടോർക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആയിട്ട് വരുന്നത് ഡാമ്പിംഗ് ടോർക്കാണ്. ഡാമ്പിംഗ് ടോർക്ക് എന്താണ്? നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് ആ പോയിന്ററിന് ഒരു ഓസിലേഷൻ സംഭവിക്കാം. അതായത് നമ്മൾ നിൽക്കേണ്ട സ്റ്റഡി ആയിട്ട് നിൽക്കേണ്ട ഒരു പോയിന്റിൽ അത് സ്റ്റഡി ആയി നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റാപ്പിഡായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ആ ഒരു ഓസിലേഷനെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിൽ യൂസ് ചെയ്യുന്ന ടോർക്കാണ് ഡാമ്പിംഗ് ടോർക്ക്. ഓക്കെ, നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനുള്ള ഒരു ഫിഗർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പോയിന്റർ വരുന്നത്. ഈ ഒരു പോയിന്റർ ഒരു സ്പിൻഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്പിൻഡിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ജ്വൽഡ് ബിയറിങ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്കെയിൽ വരിക. ഇവിടെയാണ് പോയിന്റർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്കെയിലുള്ള വാല്യൂ നോക്കിയിട്ട് നമുക്ക് റീഡിങ്സ് എടുക്കാൻ പറ്റും, മെഷർമെന്റ്സ് എടുക്കാൻ പറ്റും. ഈ എയും ബിയും ആയിട്ട് നമുക്ക് കണ്ടിരിക്കുന്നത് എന്താണ് കാണിച്ചിരിക്കുന്നത്? കൺട്രോൾ സ്പ്രിങ്സ് ആണ്. അതായത് നിങ്ങൾക്ക് കൺട്രോളിംഗ് ടോർക്ക് പറഞ്ഞു തരുമ്പോൾ അതിൽ വരും സ്പ്രിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. അതിലുള്ള കൺട്രോൾ സ്പ്രിങ്സ് ആണ് ഈ എയും ബിയും വരുന്നത്. ഇതിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റർ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഈ പോയിന്റർ ആദ്യം എവിടെ ആയിരിക്കും? സീറോയിലായിരിക്കും. ഈ സീറോയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഈ പോയിന്റർ എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയാണ് വരിക? ഈ ലാസ്റ്റിലേക്ക് വരും. ആ ലാസ്റ്റ് വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പോയിന്ററിന് മൂവ് ചെയ്ത് ഇങ്ങനെ പോകാം. അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റീഡിങ്ങോ മെഷർമെന്റോ നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് യൂസ് ചെയ്യുന്നത്. അറ്റ് എ ടൈം നമ്മൾ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഈ പോയിന്ററിനെ സീറോയിൽ നിന്ന് ക്ലോക്ക് വൈസ് മൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ട്. ഇനി ഈക്വൽ മാഗ്നിറ്റ്യൂഡിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിട്ട് നമുക്ക് എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് ഒരു കൺട്രോളിംഗ് ടോർക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താവും? കറക്റ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് നമുക്ക് എടുക്കാൻ പറ്റും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ കൺട്രോളിംഗ് ഓർ റീസ്റ്റോറിംഗ് ടോർക്ക് എന്നാണ്. കൺട്രോളിംഗ് ടോർക്കിന്റെ വേറെ ഒരു പേരാണ് റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് സ്ലൈഡ് കണ്ടാൽ മനസ്സിലാവും. എ ടോർക്ക് ദാറ്റ് ഒപ്പോസസ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ഒപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ടോർക്കാണ് കൺട്രോളിംഗ് ടോർക്ക്. ഇറ്റ് പെർഫോംസ് ടു ഫങ്ഷൻസ്. നമ്മുടെ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ, കൺട്രോളിംഗ് ടോർക്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ട കാര്യം എന്താണ്? അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം ഈ സെക്കൻഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പെർഫോംസ് ടു ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അതാണ് കൺട്രോളിംഗ് ടോർക്കിന്റെ ഫങ്ഷൻസ് വരുന്നത്. എന്തൊക്കെയാണ്? ഇറ്റ് ബാലൻസസ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫംഗ്ഷൻ, അതാണ് ബാലൻസ് ചെയ്യാൻ. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് യൂസ് ചെയ്യും. അപ്പോൾ കൺട്രോളിംഗ് ടോർക്കിന്റെ ഒരു ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ബാലൻസസ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. പിന്നെ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? രണ്ടാമത്തേത്. രണ്ട് ഫംഗ്ഷൻസ് ആണ് കൺട്രോളിംഗ് ടോർക്കിനുള്ളത്. അതിൽ രണ്ടാമത്തേത് എന്താണ്? ഇറ്റ് റിട്ടേൺസ് ദ പോയിന്റർ ടു സീറോ പൊസിഷൻ വൺസ് ദ മെഷറിംഗ് ക്വാണ്ടിറ്റി ഈസ് റിമൂവ്ഡ്. അതായത് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴാണ് നമ്മുടെ പോയിന്റർ റീഡിംഗ് കാണിക്കുക, അല്ലെ? നമ്മൾ സപ്ലൈ പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കണം? നമ്മുടെ പോയിന്റർ വീണ്ടും സീറോയിലേക്ക് അല്ലെങ്കിൽ സീറോ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്ത് വരണം. അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വഴി നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് പോയിന്റർ സീറോയിൽ നിന്നും നമ്മുടെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയിലേക്ക് മൂവ് ചെയ്യണം. സപ്ലൈ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വേണം? ആ പോയിന്റർ ആ മെഷർമെന്റ് ക്വാണ്ടിറ്റിയിൽ നിന്നും സീറോ പൊസിഷനിലേക്ക് തിരിച്ചു വരണം. അപ്പൊ ആ ഒരു തിരിച്ചു വരവിനെ നമുക്ക് സഹായിക്കുന്നത് എന്താണ്? കൺട്രോളിംഗ് ടോർക്കാണ്. അപ്പൊ രണ്ട് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഇറ്റ് ബാലൻസസ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് ഒരു ഫങ്ഷൻ. രണ്ടാമത്തെ ഫങ്ഷൻ ഇറ്റ് റിട്ടേൺസ് ദ പോയിന്റർ ടു സീറോ പൊസിഷൻ വൺസ് ദ മെഷറിംഗ് ക്വാണ്ടിറ്റി ഈസ് റിമൂവ്ഡ്, അല്ലേ?
അപ്പോൾ ഈ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഈ നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ കൊടുക്കാം. ഒന്ന് സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡും രണ്ടാമത്തത് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡും. ഓക്കെ, ഇത് ആണ് നമ്മുടെ സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡിന്റെ ഫിഗർ. ഇതാണ് സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. ഈ ഒരു ഫിഗറിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ പോയിന്റർ ഉണ്ട്, പിന്നെ സ്കെയിൽ ഉണ്ട്, മീറ്ററിന്റെ സ്കെയിൽ ഉണ്ട്, പിന്നെ ആ പോയിന്റർ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു സ്പിൻഡിലാണ്. അതിന് ഒരു ബാലൻസ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് പോയിന്ററിന്റെ ഈ അറ്റം ഒരു വെയിറ്റ് ബാലൻസ് വെയിറ്റ് കൊടുത്താൽ മാത്രമേ പോയിന്റർ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ബാലൻസ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കി നോക്കൂ, ഇവിടെ ഒരു സ്പ്രിംഗ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു സ്പ്രിംഗ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എയും ബിയും എന്താണ്? കൺട്രോൾ സ്പ്രിങ്സ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഫിഗറിൽ വരുന്നത്. എളുപ്പമാണ്, നോക്കിക്കഴിഞ്ഞാൽ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പോയിന്റർ, യൂണിഫോം സ്കെയിൽ, ബാലൻസ് വെയിറ്റ്, സ്പിൻഡിൽ, കൺട്രോൾ സ്പ്രിങ്സ്, ഇതൊക്കെ നമ്മൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതില് സ്പ്രിംഗ് കൺട്രോളിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സ്പ്രിങ്ങുകളും എന്താവും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്യും. ഈ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്പ്രിങ്ങിൽ എന്തുണ്ടാവും? റീസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടാവും. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മുടെ ഡിഫ്ലക്ഷന്റെ ആംഗിളിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ദ ട്വിസ്റ്റിംഗ് സ്പ്രിംഗ് പ്രൊഡ്യൂസസ് റീസ്റ്റോറിംഗ് ടോർക്ക് directly proportional to the angle of deflection of moving system. നമ്മുടെ മൂവിങ് സിസ്റ്റമിന്റെ ഡിഫ്ലക്ഷൻ ആംഗിളിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മുടെ സ്പ്രിംഗിൽ ഉണ്ടാവുന്ന സ്പ്രിംഗിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക്. PMMC ഇൻസ്ട്രുമെന്റ്സ്. എന്താണ് PMMC ഇൻസ്ട്രുമെന്റ്സ്? പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ്. അതിലെന്തായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. TD എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ടോർക്ക്, I എന്ന് പറഞ്ഞാൽ കറണ്ട്, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, TD പ്രൊപ്പോർഷണൽ ടു I, അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അടിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തീറ്റ പ്രൊപ്പോർഷണൽ ടു TD, അതായത് ഡിഫ്ലക്റ്റിംഗ് ആംഗിളും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഫോർ സ്പ്രിംഗ് കൺട്രോളിന് എന്തായിരിക്കും? കൺട്രോളിംഗ് ടോർക്ക് മേലെ പറഞ്ഞിട്ടുണ്ട്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ആംഗിളിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്താണ് ഉണ്ടാവുക? ഈ TC എന്ന് പറയുന്നതും ഈ TC എന്ന് പറയുന്നതും ഈ TD എന്ന് പറയുന്നതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. TDയും പ്രൊപ്പോർഷണൽ ടു തീറ്റയാണ്, TCയും പ്രൊപ്പോർഷണൽ ടു തീറ്റയാണ്. അപ്പോൾ TC പ്രൊപ്പോർഷണൽ ടു TD ആയിരിക്കും ഇക്വിലിബ്രിയം പൊസിഷനിൽ നമുക്ക് വരിക. അത് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? TC ഈക്വൽ ടു TD എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? തീറ്റ പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയാം അല്ലേ? അതാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ സ്പ്രിങ്സിന് വേണ്ട ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3-4 ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യൂസ് ചെയ്യുന്ന സ്പ്രിങ്സിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം? സ്പ്രിങ്സ് നോൺ മാഗ്നറ്റിക് ആയിരിക്കണം, മാഗ്നറ്റിക് ആവാൻ പാടില്ല, നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. സെക്കൻഡ് വൺ എന്താണ്? സ്പ്രിങ്സ് ആർ നോട്ട് സബ്ജക്ട് ടു മച്ച് ഫറ്റീഗ്, അത് പെട്ടെന്ന് തന്നെ എന്താവാൻ പാടില്ല? തളരാൻ പാടില്ല. അതായത് നമുക്ക് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം സ്പ്രിങ് ആയിരിക്കണം അല്ലെ? മൂന്നാമത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഹാവ് ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ലോ ആയിരിക്കണം. നമ്മുടെ ലീഡിങ് കറണ്ടിനൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. എസ്പെഷ്യലി ഇൻ കേസസ് വേർ ദേ ആർ യൂസ്ഡ് ഫോർ ലീഡിങ് ദ കറണ്ട് ഇൻ ഓർ ഔട്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അപ്പോൾ ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിരിക്കണം. ഫോർത്ത് വൺ ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് കോഎഫിഷ്യന്റ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ലോ ആയിട്ടിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 4 ക്വാളിറ്റീസ് ആണ് നമ്മുടെ സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്ന സ്പ്രിങ്സിന് വേണ്ട ക്വാളിറ്റീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ 2 വിധത്തിലാണ് കൊടുക്കുന്നത്. ഒന്ന് സ്പ്രിംഗ് കൺട്രോളും വേറൊന്ന് എന്താണ്? ഗ്രാവിറ്റി കൺട്രോളും ആണ്. സ്പ്രിംഗ് കൺട്രോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഗ്രാവിറ്റി കൺട്രോൾ ആണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് ഗ്രാവിറ്റി കൺട്രോളിന്റെ ഫിഗർ ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാവിറ്റി കൺട്രോളിന്റെ ഫിഗർ ആണ് കേട്ടോ. ഇതില് പോയിന്റർ വരുന്നുണ്ട്, നമ്മുടെ മീറ്ററിന്റെ സ്കെയിൽ വരുന്നുണ്ട്,
ഇത് കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോയിന്റർ അറ്റ് സീറോ പൊസിഷൻ. ഇതാണ് സീറോ പൊസിഷൻ. ഈ സീറോ പൊസിഷനിലാണ് പോയിന്റർ വരുന്നത്. ഈ സീറോ പൊസിഷനിൽ നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വരുമ്പോൾ എന്താവും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ട് ഇവിടെ വരും സ്കെയില് അല്ല പോയിന്റർ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ഡിഫ്ലക്ഷൻ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കി നോക്കൂ, പോയിന്റർ ഡിഫ്ലക്റ്റഡ് ത്രൂ ആംഗിൾ തീറ്റ. ഈ തീറ്റ ആംഗിളിൽ പോയിന്റർ സീറോയിൽ നിന്നും ഈ ഡിഫ്ലക്റ്റഡ് പോയിന്റിലേക്ക് നീങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കൂ, ഇവിടെ എന്താണുള്ളത്, നമുക്ക് കൺട്രോളിംഗ് ടോർക്ക് എങ്ങോട്ടേക്കാണ് കൊടുക്കേണ്ടത്, നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് എങ്ങനെയാവും, ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും വരിക അല്ലേ. ഇവിടെ നോക്കൂ, ഗ്രാവിറ്റി കൺട്രോളിൽ വരുന്ന പ്രത്യേകത നോക്കി നോക്കൂ, ബാലൻസ് വെയിറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് സ്പിൻഡിൽ വരുന്നുണ്ട്. നമ്മുടെ പോയിന്റർ കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിലാണ്, സ്പിൻഡിലാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്നുണ്ടോ കൺട്രോൾ വെയിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. ഈ കൺട്രോൾ വെയിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രാവിറ്റി കൺട്രോളിൽ വരുന്ന ഫിഗറിൽ വരുന്ന പ്രത്യേകത. നമ്മൾ മറ്റേ സ്പ്രിംഗ് കൺട്രോളിൽ നമ്മൾ സ്പ്രിംഗ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ കൺട്രോൾ വെയിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, പൊസിഷൻ ഓഫ് കൺട്രോൾ വെയിറ്റ് വെൻ ദ പോയിന്റർ ഇസ് ഡിഫ്ലക്റ്റഡ് ത്രൂ ആംഗിൾ തീറ്റ. നമ്മുടെ സീറോ പൊസിഷൻ ഇതാണ്. ഈ സീറോ പൊസിഷനിൽ നിന്നും തീറ്റ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ ഡിഫ്ലക്റ്റഡ് പോയിന്റിലേക്ക് നമ്മുടെ പോയിന്റർ വന്നു കഴിയുമ്പോൾ ഇതാണ് തീറ്റ ആംഗിൾ വരുന്ന ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ തീറ്റ വരുന്നത് ഇതാണ്. ഇതെന്താണ്, എൽ ആണ് വരുന്നത്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പോയിന്ററിന്റെ ലെങ്ത് ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഈ വെയിറ്റ് കണ്ടോ, ഈ ഒരു അടിയിലേക്കുള്ള ഗ്രാവിറ്റി വെയിറ്റ് കണ്ടോ, ആ വെയിറ്റ് ആണ് നമ്മുടെ കൺട്രോൾ വെയിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാവിറ്റി കൺട്രോളിന് സ്പ്രിംഗ് കൺട്രോളിനെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് എന്നുള്ളതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാവിറ്റി കൺട്രോൾ ഇൻ കമ്പാരിസൺ വിത്ത് സ്പ്രിംഗ് കൺട്രോൾ. സ്പ്രിംഗ് കൺട്രോളിനേക്കാളും എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഗ്രാവിറ്റി കൺട്രോളിനുള്ളത്. ഒന്നാമത്തത് ഇറ്റ് ഇസ് ചീപ്പാണ്. രണ്ടാമത്തത് കൺട്രോൾ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻസ്. സ്പ്രിംഗ് കൺട്രോളിനേക്കാളും ടെമ്പറേച്ചർ വേരിയേഷൻസിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്ത്, ഗ്രാവിറ്റി കൺട്രോൾ. പിന്നെ മൂന്നാമത്തത് എന്താണ്, ഇറ്റ് ഡസ് നോട്ട് ഡിറ്റീരിയോറേറ്റ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് ഇത് എന്താവില്ല, ഇതിന് ഒരു ഡാമേജുകൾ സംഭവിക്കുന്നത് കുറവായിരിക്കും. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാവിറ്റി കൺട്രോൾ എന്തൊക്കെയാണ്, ഇറ്റ് ഗീവ്സ് ക്രാംപ്ഡ് സ്കെയിൽ. ക്രാംപ്ഡ് സ്കെയിലാണ് ഇതിനുണ്ടാവുക. ഓക്കെ, ഇൻസ്ട്രുമെന്റ് ഹാസ് ടു ബി കെപ്റ്റ് വേർട്ടിക്കൽ. എന്ത് വേണം, ഇൻസ്ട്രുമെന്റിനെ നമ്മൾ വേർട്ടിക്കൽ ആയിട്ട് വെച്ച് കഴിയുമ്പോൾ മാത്രമാണ് ഗ്രാവിറ്റി കൺട്രോൾ വഴി നമുക്ക് കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് ടോർക്കാണ് ഡാമ്പിംഗ് ടോർക്ക് അല്ലെങ്കിൽ സ്റ്റെബിലൈസിംഗ് ടോർക്ക്. എന്താണ് ഡാമ്പിംഗ് ടോർക്ക്, നമ്മുടെ പോയിന്ററിന് സംഭവിക്കുന്ന ഓസിലേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ്സിൽ യൂസ് ചെയ്യുന്ന ടോർക്കാണ് എന്ത്, ഡാമ്പിംഗ് ടോർക്ക്. അതായത് ഓസിലേഷൻസ് ഒക്കെ അവസാനിപ്പിച്ച് പോയിന്റർ പെട്ടെന്ന് തന്നെ സ്റ്റെബിലൈസ് പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റഡി പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കാണ് ഡാമ്പിംഗ് ടോർക്ക്. അപ്പോൾ ഡാമ്പിംഗ് നമുക്ക് എങ്ങനെ ചെയ്യണം, ഷുഡ് ബി ഡൺ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത്. ഫാസ്റ്റ് ആയിട്ടും ചെയ്യണം, സ്മൂത്ത് ആയിട്ടും ചെയ്യണം അല്ലേ. ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഓസിലേഷൻസ് ഒക്കെ അവസാനിപ്പിച്ച് സ്റ്റഡി പൊസിഷനിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് മെഷർമെന്റ്സ് ഒക്കെ പെട്ടെന്ന് എടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതേപോലെ സ്മൂത്ത് ആയിരിക്കണം, വളരെ റഫ് ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഡാമ്പിംഗ് ടോർക്കിനെ കാണിക്കുന്ന അതിന്റെ ഒരു എന്താണ്, ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടൈമും ഡിഫ്ലക്ഷനും എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഡിഫ്ലക്ഷനും കൊടുത്തിട്ട് ഈ ഒരു നമ്മുടെ പോയിന്ററിന്റെ ഫൈനൽ പൊസിഷൻ ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേർവ് കണ്ടോ, ഈ ഒരു ക്യാര, ആ ക്യാരയാണ് നമ്മുടെ ഓവർ ഡാമ്പിങ്ങിന് കാണിക്കുന്നത്. ഈ ഒരു ക്യാര കണ്ടോ, ഈ ഒരു ക്യാരയാണ് നമ്മുടെ ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റത്തിനെ കാണിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഇത് കണ്ടോ, ഇതാണ് അണ്ടർ ഡാംപ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ കാണിക്കുന്ന ക്യാര. ഓക്കെ, ഇനി നമ്മുടെ ഡാമ്പിംഗ് ടോർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3
സിസ്റ്റം ഓഫ് ഡാമ്പിംഗ് ഉണ്ട്. അതായത് 3 വിധത്തിൽ നമുക്ക് ഡാമ്പിംഗ് ടോർക്കിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഒരു 3 എണ്ണാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് വരുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്, രണ്ടാമത്തേത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്, മൂന്നാമത്തേത് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന്റെ ഫിഗർ ആണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് കാണാം ഒരു എയർ ചേംബർ ഉണ്ട് അല്ലെ. ഒരു എയർ ചേംബർ, നമുക്ക് ഇങ്ങനെ ഒരു എയർ ചേംബർ കാണാം. ഇതിലൊരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട് നമ്മൾ, കണ്ടോ? ഇതാണ് പിസ്റ്റൺ വരുന്നത്. ഈ പിസ്റ്റൺ എന്ത് സംഭവിക്കും? ഇതാണ് പോയിന്റർ, ഇതാണ് സ്കെയിൽ, ഇതാണ് പോയിന്റർ കണക്ട് ചെയ്തിരിക്കുന്ന സ്പിൻഡിൽ. ഓക്കെ, ഈ സ്പിൻഡിലായിട്ട് നമ്മൾ ഈ ഒരു പിസ്റ്റണിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പിസ്റ്റണിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ എയർ ചേംബറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പോയിന്റർ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പിസ്റ്റൺ ഉള്ളിലേക്കും പുറത്തേക്കും ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ മൂവ് ചെയ്യുമ്പോൾ, ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ എയർ ചേംബറിന്റെ ഉള്ളിൽ ഉള്ള ആ എയറിന്റെ പ്രഷർ എന്താവും? കൂടും അല്ലെ. ഉള്ളിലേക്കുള്ള പ്രഷർ, പിസ്റ്റൺ ഉള്ളിലേക്ക് പോവും, അതിലുള്ള എയറിന്റെ പ്രഷർ കൂടും. കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പോയിന്റർ പിസ്റ്റണിനെ ഈ ചേംബർ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് നോക്കും അല്ലെ, പ്രഷർ കൂടി കഴിയുമ്പോൾ. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? പുറത്തേക്കാണ് വരുന്നത്, താഴത്തേക്കാണ്, ഇങ്ങനെയാണ് മൂവ്മെന്റ് എന്നുണ്ടെങ്കിൽ ഈ എയർ ചേംബറിന്റെ ഉള്ളിലുള്ള എയറിന്റെ പ്രഷർ കുറയും അല്ലെ. അപ്പൊ ഇത് ഉള്ളിലേക്ക് പോകാൻ നോക്കും. അപ്പൊ ഉള്ളിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് തള്ളാൻ നോക്കും, പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളിലേക്ക് തള്ളാൻ നോക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓസിലേഷൻസ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോയിന്ററിനെ സ്റ്റഡി ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? നമുക്ക് പോയിന്റർ ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ എയർ ചേംബർ കംപ്രസ് ആവുന്ന സമയത്ത്, അതായത് പിസ്റ്റൺ ഉള്ളിലേക്ക് പോകും, എയർ ചേംബർ കംപ്രസ്ഡ് ആവും. അപ്പോൾ ഈ എയർ ചേംബറിലുള്ള പിസ്റ്റണിനെ എയർ ചേംബർ പുറത്തേക്ക് തള്ളാൻ, എയർ ഈ പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടി നോക്കും. അപ്പോൾ ഈ പോയിന്ററിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും? ആന്റി ക്ലോക്ക് വൈസ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോയിന്റർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ചേംബറിന്റെ ഉള്ളിലുള്ള പ്രഷർ കുറയുമ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കും, പിസ്റ്റണിനെ ഉള്ളിലേക്ക് വലിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ഈ പിസ്റ്റണിന് ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ആ ഒരു സിസ്റ്റം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എ ലൈറ്റ് അലൂമിനിയം പിസ്റ്റൺ ഇസ് അറ്റാച്ച്ഡ് ടു ദ മൂവിംഗ് സിസ്റ്റം ഓഫ് ദ ഇൻസ്ട്രുമെന്റ് and is arranged to travel with a very small clearance in a fixed air chamber closed at one end. ഒരു എൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന എയർ ചേംബറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാമ്പിംഗ് ഓഫ് ദ ഓസിലേഷൻ ഈസ് ഇഫക്റ്റഡ് ബൈ ദ കംപ്രഷൻ ആൻഡ് സക്ഷൻ ആക്ഷൻസ് ഓൺ ദ എയർ enclosed in the chamber. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഇസ് യൂസ്ഡ് ഇൻ ഹോട്ട് വയർ ആൻഡ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിച്ചാൽ എഴുതണം, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഏതിലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതണം? ഹോട്ട് വയർ ആൻഡ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ്. ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്സിലും മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിലും യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതണം. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ വെരി സിമ്പിൾ ആൻഡ് ചീപ്പ് മെത്തേഡ് ഓഫ് ഡാമ്പിംഗ്. സിമ്പിൾ ആയിട്ടും ചീപ്പായിട്ടും നമുക്ക് ഡാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എന്ത്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. നെക്സ്റ്റ് വൺ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. ഇത് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന്റെ പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഡാമ്പിംഗ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്ക് ആണ് സ്പിൻഡിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഓയിലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഓയിലിന് ഹൈ വിസ്കോസിറ്റി ആയിരിക്കും. ഓക്കെ, ഈ ഡിസ്ക് എന്താണ് ചെയ്തിരിക്കുന്നത്? ഡിസ്ക് ഈ ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ടാണുള്ളത് അല്ലേ? ആൻഡ് ഇസ് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ഇൻ ഓയിൽ. ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് സബ്മേർജ് ചെയ്തിട്ടാണ് ഈ ഡിസ്ക് കിടക്കുന്നത്. ഓക്കെ, ഈ ഒരു മൂവിങ് സിസ്റ്റം മൂവ് ചെയ്യുമ്പോൾ ഈ ഡിസ്ക് എന്ത് ചെയ്യും? ഈ ഓയിലിൽ കിടന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ റൊട്ടേഷൻ സംഭവിക്കും. ഈ ഓയിലിൽ കിടന്നിട്ട് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും.
ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഈ നമ്മുടെ ഇതിൻ്റെ ഈ ഡിസ്കിന്റെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് വരിക അല്ലേ? അങ്ങനെയാണ് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങനെയാണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ നമുക്ക് ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാമ്പിങ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് അത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഓയിൽ ക്രീപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പിന്നെ എപ്പോഴും ഈ ഒരു സിസ്റ്റം ഇങ്ങനെ വെർട്ടിക്കൽ പൊസിഷനിൽ വെച്ചിരിക്കണം അല്ലേ? വെർട്ടിക്കൽ പൊസിഷനിൽ അല്ലെങ്കിൽ ഓയിൽ ക്രീപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ് അധികമായിട്ട് കോമൺ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് പോണ ഒരു ടൈപ്പ് ഡാമ്പിങ് അല്ല. ഓക്കെ, ഈ സെക്കൻഡ് ഫിഗറിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത് ഈ സ്പിൻഡിലും 4 വെയിൻസ് വരുന്നുണ്ട്. 4 വെയിൻസ് എന്ന് പറഞ്ഞാൽ 4 ലീഫ് പോലെ വരുന്നുണ്ട്. ഇതാണ് ഓയിൽ കാണിച്ചിരിക്കുന്നത്. റൊട്ടേഷൻ ആണിത്. ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പിൻഡിലല്ല, ഡിസ്കിന്റെ വെയിൻസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ വെയിൻസ് ഇങ്ങനെ ഓയിലിൽ കിടന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഫ്രിക്ഷണൽ ഫോഴ്സ് സംഭവിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ മൂവ്മെന്റ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ്. സിമിലർ ടു എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഓയിൽ ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എയർ. ഓയിൽ ഹാസ് ഹൈ വിസ്കോസിറ്റി. ഗ്രേറ്റർ ഡാമ്പിംഗ് ആണ് ഇവിടെ സംഭവിക്കുക. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദിസ് ഡിസ്ക് ഡിപ്സ് into an oil pot and is completely submerged in oil. Okay, when the moving system moves, the disc moves in oil. ഡിസ്ക് ഓയിലിൽ ഇങ്ങനെ മൂവ് ചെയ്യും. A frictional drag is produced. The frictional drag always opposes the motion. ഇതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. പിന്നെ oil damping is not much used because of several disadvantages. എന്തൊക്കെയാണത്? Such as objectionable creeping of oil. Creeping ആവാനുള്ള സാധ്യത കൂടുതലാണ് ഓയിൽ. The necessity of using the instrument always in the vertical position. Vertical positionൽ എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. And its obvious unsuitability for use in portable instruments. പോർട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കേണ്ട ഇൻസ്ട്രുമെന്റ്സിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നല്ലതല്ല. അതായത് ഓയിൽ ക്രീപ്പ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഹെൻസ് യൂസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ഇസ് ലിമിറ്റഡ് ടു ലബോറട്ടറി ടൈപ്പ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ്സ്. ലബോറട്ടറി ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിലാണ് നമുക്ക് ഈ ഒരു ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് എഡി കറന്റ് ഡാമ്പിംഗ് ആണ്. 3 തരം ഡാമ്പിംഗ് ആണുള്ളത്. ഏതൊക്കെയാണ്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആൻഡ് എഡി കറന്റ് ഡാമ്പിംഗ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങും ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങും നമ്മൾ പറഞ്ഞു. ഇനി എഡി കറന്റ് ഡാമ്പിംഗ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും, എഡി കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു മൂവിങ് എന്താ പറയാ, മൂവിങ് ഡിസ്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ എഡി കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡാമ്പിംഗ് മാഗ്നറ്റ് ഉണ്ട്, ഒരു അലൂമിനിയം ഡിസ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, സ്പിൻഡിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പിൻഡിലിൻ്റെ അറ്റത്താണ് പോയിന്റർ വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് സെക്കൻഡ് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ ഫോർമർ കാണാൻ പറ്റും. ഡാമ്പിംഗ് ഫോഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. ഈ ഒരു സെന്ററിൽ കാണുന്നതാണ് എന്ത്? മെറ്റൽ ഫോർമർ വരുന്നത്. ഈ നോർത്തും സൗത്തും കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ മാഗ്നറ്റ് വരുന്നത്, ഡാമ്പിംഗ് മാഗ്നറ്റ് വരുന്നത്. ഈ ഒരു മെറ്റൽ ഫോർമർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ഡാമ്പിംഗ് ഫോഴ്സിന് വ്യത്യാസം വരും. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. തിൻ ഡിസ്ക് ഓഫ് എ കണ്ടക്ടിങ് ബട്ട് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ലൈക്ക് കോപ്പർ ഓർ അലുമിനിയം is mounted on the spindle which carries the moving system and the pointer. Okay, next point ആയിട്ട് this disc is so positioned that its edges when in rotation cuts the magnetic flux between the poles of a permanent magnet. ഒരു permanent magnetന്റെ പോൾസിന്റെ ഇടയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യും? ഈ ഒരു ഡിസ്ക് അതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലേ? നെക്സ്റ്റ്, ഹെൻസ് എഡി കറന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡിസ്ക്. ആ ഡിസ്കിൽ ഒരു എഡി കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. വിച്ച് ഫ്ലോ ആൻഡ് സോ പ്രൊഡ്യൂസ് എ ഡാമ്പിംഗ് ഫോഴ്സ് ഇൻ സച്ച് എ ഡയറക്ഷൻ ആസ് ടു ഓപ്പോസ് ദ വെരി കോസ് പ്രൊഡ്യൂസിങ് ദം. അത് എന്ത് ലോ ആണ്? ലെൻസസ് ലോ ആണ്. നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ലെൻസസ് ലോ. എന്താണ്?
ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡി കറണ്ട് എന്തായിരിക്കും? Which flow and so produce a damping force in such a direction as to oppose the very cause. ആ ഒരു എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസിനെ എന്താക്കും? ഒപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, സിൻസ് ദ കോസ് പ്രൊഡ്യൂസിങ് ദം ഇസ് ദ റൊട്ടേഷൻ ഓഫ് ദ ഡിസ്ക്. എന്താണ് ആ ഒരു എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ് എന്താണ്? ഡിസ്കിന്റെ റൊട്ടേഷൻ ആണ്. അപ്പൊ ആ റൊട്ടേഷന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ഡാമ്പിംഗ് ഫോഴ്സ് കിട്ടും. These eddy currents retard the motion of the disc and the moving system as a whole. Okay, ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? എന്താണ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പും ഉണ്ട്, ഡൈനാമോമീറ്റർ ടൈപ്പും ഉണ്ട്. പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DC ഇൻസ്ട്രുമെന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ഡൈനാമോമീറ്റർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വാട്ട് മീറ്റേഴ്സ് ഒക്കെയാണ് വരുന്നത് അല്ലെ. ഇവിടെ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് PMMC ഇൻസ്ട്രുമെന്റ്സ്, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ, അതാണ് PMMC എന്ന ഷോർട്ട് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എന്താണുള്ളത്? പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട് അല്ലെ, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, പെർമനന്റ് മാഗ്നറ്റ് കാണാനുണ്ടാവും നിങ്ങൾക്ക്. പിന്നെ എന്തുണ്ട്? പിന്നെ ഒരു കോയിൽ ആൻഡ് ഫോമർ ഉണ്ട്. കോയിൽ ആൻഡ് ഫോമർ, കോറുണ്ട്, കോറിന്റെ ചുറ്റിലും എന്തായിട്ടുണ്ട്? കോയിൽ ഉണ്ട്, വൈൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ സ്പിൻഡിലും പിന്നെ നമ്മുടെ കൺട്രോൾ സ്പ്രിങ്ങുകളും ബാലൻസിങ് വെയിറ്റും പോയിന്ററും സ്കെയിലും അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ PMMC ഇൻസ്ട്രുമെന്റ്സിന്റെ ഫിഗർ വരുന്നത്. ഓക്കെ, ഇതിൽ നോക്കി നോക്കൂ, ഇതാണ് നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ് വരുന്നത്. അതിന്റെ രണ്ട് പോൾസ് ആണ് ഈ നോർത്തും സൗത്തും വരുന്നത്. ഇതാണ് നമ്മുടെ മൂവിംഗ് കോയിൽ വരുന്നത്. നമ്മുടെ കൺട്രോൾ സ്പ്രിങ് വരുന്നത് ഇതാണ്. അയൺ കോർ വരുന്നത് ഇതാണ്. ഈ കോറിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കോയിൽസ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ കോറായിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സ്പ്രിങ്ങും പോയിന്ററും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കോറിലാണ്. ഇത് തന്നെയാണ് ഇതും വരുന്നത്. ഇതൊരു 3D ഫിഗർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. കോറുണ്ട്, അതിന് ചുറ്റും കോയിൽസ്, മൂവിംഗ് കോയിൽ വൈൻഡ് ചെയ്തിട്ടുണ്ട്, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. അങ്ങനെ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഫിഗർ ആണ് ഇത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആ പെർമനന്റ് മാഗ്നറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മെയ്ഡ് ഓഫ് അൽനിക്കോ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആയിട്ടാണ് എന്ത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? യു ഷേപ്ഡ് ആയിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിത്ത് സോഫ്റ്റ് അയേൺ പോൾ പീസസ്. സോഫ്റ്റ് അയേൺ ആണ് അതിൽ പോൾ പീസസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് പോൾസ് ഫിക്സഡ് എ സോഫ്റ്റ് അയേൺ സിലിണ്ടർ ഓർ കോർ. ആ മാഗ്നറ്റിക് പോൾസിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു കോർ ആയിട്ട് എന്തുണ്ട്? സോഫ്റ്റ് അയേണിന്റെ ഒരു സിലിണ്ടർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൂസ് ഫംഗ്ഷൻ ഈസ്. ആ സോഫ്റ്റ് അയൺ കോറിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ടു മേക്ക് ദ ഫീൽഡ് റേഡിയൽ ആൻഡ് യൂണിഫോം. ആ ഫീൽഡിനെ എന്താക്കണം? യൂണിഫോം ആക്കിയിട്ട് വെക്കണം. അതാണ് ഒരു ഫംഗ്ഷൻ. പിന്നെ നെക്സ്റ്റ് എന്താണ്? ടു ഡിക്രീസ് ദ റിലക്റ്റൻസ് ഓഫ് ദ എയർ പാത്ത് ബിറ്റ്വീൻ ദ പോൾസ് ആൻഡ് ഹെൻസ് ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ആ പോൾസിന്റെ ഇടയിലുള്ള എയർ പാത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ സോഫ്റ്റ് അയൺ കോറിന്റെ ഫങ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? സറൗണ്ടിങ് ദ കോർ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ സിലിണ്ടർ. സോഫ്റ്റ് അയൺ സിലിണ്ടർ ആണ് നമ്മുടെ കോർ. അതിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്? ഇസ് എ റെക്ടാങ്കുലർ കോയിൽ ഓഫ് മെനി ടേൺസ്. ഒരു റെക്ടാങ്കുലർ കോയിൽ ഉണ്ട്. ആ കോയിലിന് എന്താണ്? എത്ര ടേൺസ് ഉണ്ട്? മെനി ടേൺസ് ആണ്, കുറെ ടേൺസ് ഉണ്ട്. വൗണ്ട് ഓൺ എ ലൈറ്റ് അലൂമിനിയം ഫ്രെയിം അല്ലെങ്കിൽ അലൂമിനിയം ഫോർമർ. ആ കോയിൽസ് എവിടെയാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്? അലൂമിനിയം ഫ്രെയിമിലാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. which is supported by delicate bearings and to which is attached a light pointer. അപ്പോൾ നേരത്തെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോറിന് ചുറ്റും ഒരു റെക്ടാങ്കുലർ കോയിൽ ഉണ്ട്. അതിന് ഒരുപാട് ടേൺസ് ഉണ്ട്.
ആ ടേൺസ് ഒക്കെ വൈൻഡ് ചെയ്തിരിക്കുന്നത് എന്തുമയാണ്? ഒരു ലൈറ്റ് അലൂമിനിയം ഫ്രെയിമുമയാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്? ബെയറിങ്സും പിന്നെ പോയിന്ററും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അല്ലേ? നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ദ അലൂമിനിയം ഫ്രെയിം നോട്ട് ഓൺലി പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ കോയിൽ ബട്ട് ഓൾസോ പ്രൊവൈഡ് എന്ത്? ഡാമ്പിംഗ് ബൈ എഡി കറന്റ്സ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അലൂമിനിയം ഫ്രെയിം എന്താണ് ചെയ്തിരിക്കുന്നത്? അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ കോയിൽ, കോയിലിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എഡി കറണ്ട് കൊണ്ട് ഉണ്ടാവുന്ന ഡാമ്പിങ്ങും ഇവിടെ ഈ അലൂമിനിയം ഫ്രെയിം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് PMMC ഇൻസ്ട്രുമെന്റ്സിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. എന്തൊക്കെയാണ്? ലോ പവർ കൺസംഷൻ ആണ്. Scales are uniform and can be designed to extend over an arc of 270 degrees or so. അതായത് സ്കെയിൽസ് യൂണിഫോം ആണ്, അത്രയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ലോ പവർ കൺസംഷൻ ആണ്, സ്കെയിൽസ് യൂണിഫോം ആണ്, യൂണിഫോം ആയിട്ടുള്ള സ്കെയിലാണ് ഇതിൽ വരുന്നത്. പിന്നെ പോസസ് ഹൈ ടോർക്ക് വെയിറ്റ് റേഷ്യോ, ടോർക്ക് വെയിറ്റും റേഷ്യോ വരുന്നത് ഹൈ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് ഇസ് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഷൺസ് ആൻഡ് റെസിസ്റ്റൻസസ്. ഷൺസും റെസിസ്റ്റൻസും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഈ മീറ്റേഴ്സിൻ്റെ റേഞ്ചിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫിഫ്ത്ത് വൺ ആയിട്ട് വരുന്നത് ദേ ഹാവ് നോ ഹിസ്റ്ററിസിസ് ലോസ്. ഹിസ്റ്ററിസിസ് ലോസ് ഇവിടെ ഇല്ല. ആൻഡ് സിക്സ്ത് വൺ യൂസസ് വെരി എഫിഷ്യൻറ്റ് എഡി കറന്റ് ഡാമ്പിംഗ്. എഡി കറന്റ് ഡാമ്പിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് വെരി എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് സെവൻത്ത് വൺ നോട്ട് മച്ച് അഫക്റ്റഡ് ബൈ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് ഓഫ് PMMC ഇൻസ്ട്രുമെന്റ്സ്. എങ്ങനെയാണ് PMMC ഇൻസ്ട്രുമെന്റ്സിന്റെ റേഞ്ചിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് DC അമ്മീറ്ററും DC വോൾട്ട് മീറ്ററും രണ്ട് കേസസ് വരുന്നുണ്ട്. DC അമ്മീറ്ററിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻസ്ട്രുമെന്റിൽ 0 to 5 മൈക്രോ ആംപിയർ ടു 0 to 20 മില്ലി ആംപിയർ റേഞ്ച് വരെ ഇൻസ്ട്രുമെന്റ് അലോൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ വിത്ത് ഇന്റേണൽ ഷൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ചെയ്യാൻ പറ്റും? അപ് ടു 0 to 200 ആംപിയർ റേഞ്ച് വരെ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്റ്റേണൽ ഷൺസ് ആയിട്ട് അപ് ടു 0 to 5000 ആംപിയർ റേഞ്ച് വരെ നമുക്ക് എക്സ്റ്റേണൽ ഷൺസ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, DC വോൾട്ട് മീറ്ററിന്റെ കേസിലാണെങ്കിൽ ഇൻസ്ട്രുമെന്റ് അലോൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 to 50 മില്ലി വോൾട്ട് മുതൽ 0 to 50 മില്ലി വോൾട്ട് അല്ലെങ്കിൽ 0 to 100 മില്ലി വോൾട്ട് റേഞ്ച് വരെയാണ് നമുക്ക് ഇൻസ്ട്രുമെന്റ് അലോൺ ആയിട്ട് ചെയ്യാൻ പറ്റുക. ഇതിൽ സീരീസ് റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അപ് ടു 20,000 to 30,000 വോൾട്ട് റേഞ്ച് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ കാണിച്ചിരിക്കുന്നത് DC വോൾട്ട് മീറ്ററിന്റെ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് ആണ്. അത് ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? the range of the instrument when used as a voltmeter can be increased by using a high resistance in series. ഇതാണ് ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വരുന്നത് അല്ലേ? ഇതാണ് ഹൈ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്ത് ഇത് സീരീസ് ആയിട്ട് നമ്മുടെ മീറ്ററിന്റെ സീരീസ് ആയിട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് V ആണ്. ഇതിൽ നമ്മുടെ മീറ്റർ വരുന്നത് ഇതാണ്, ഇതിൽ കൂടെ പോണ കറണ്ട് I ആണ്, നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത് ഇതാണ് അല്ലേ? ഇതിന്റെ ഈ വോൾട്ട് മീറ്ററിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്മോൾ ലെറ്റർ V ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ V ആണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിന്റെ അക്രോസ് സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ ലെറ്റർ V മൈനസ് സ്മോൾ ലെറ്റർ V ആണ് നമ്മുടെ സീരീസ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് അല്ലേ? ഇത് DC അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റൻഷൻ ആണ്. ഇത് നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റും. അമ്മീറ്റർ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു റെസിസ്റ്റൻസ് ഷണ്ട് ചെയ്തിട്ട് പാരലൽ ആയിട്ട് ഈ മീറ്ററിന് അക്രോസ് ആയിട്ട് നമ്മൾ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുകയാണ് അല്ലേ? റേഞ്ച് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലോ റെസിസ്റ്റൻസ് ഷണ്ട് യൂഷ്വലി മെയ്ഡ് ഓഫ് മാഗ്നീൻ ആൻഡ് നിക്രോം. ഓക്കെ, ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ മീറ്ററിന് അക്രോസ് ആയിട്ട് നമ്മൾ ലോ റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വോൾട്ട് മീറ്ററിന്റെ കേസ് എടുത്തപ്പോൾ നമ്മൾ സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരുന്നത്. ഇവിടെ അമ്മീറ്ററിന്റെ കേസ് വന്നപ്പോൾ പാരലൽ ആയിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എറേഴ്സ് ഇൻ PMMC മീറ്റേഴ്സ് ആണ് അല്ലേ?
ഒന്നാമത്തേത് വീക്കനിങ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ്സ് ഡ്യൂ ടു ഏജിങ് ആൻഡ് ടെമ്പറേച്ചർ എഫക്ട്സ്. ഏജിങ്ങും ടെമ്പറേച്ചർ എഫക്ട്സ് ഒക്കെ കൊണ്ട് പെർമനന്റ് മാഗ്നറ്റ്സ് എന്താവും, വീക്ക് ആവും. രണ്ടാമത്തത് വീക്കനിങ് ഓഫ് സ്പ്രിങ്സ് ഡ്യൂ ടു ഏജിങ് ആൻഡ് ടെമ്പറേച്ചർ എഫക്ട്സ്. ഏജിങ് ആൻഡ് ടെമ്പറേച്ചർ എഫക്ട്സ് കൊണ്ട് തന്നെ സ്പ്രിങ്സും വീക്ക് ആവും അല്ലേ. മൂന്നാമത്തത് ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് മൂവിംഗ് കോയിൽ വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറും മാറുന്നതിനനുസരിച്ചിട്ട് എന്താവും, മൂവിംഗ് കോയിലിന്റെ റെസിസ്റ്റൻസും ചേഞ്ച് ആവും. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സും മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സും. മൂവിംഗ് കോയിൽ എന്ന് പറയുമ്പോൾ MC ഇൻസ്ട്രുമെന്റ്സ്, മൂവിംഗ് അയൺ എന്ന് പറയുമ്പോൾ MI ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, മൂവിംഗ് കോയിലിന്റെ കേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ നമുക്ക് മൂവിംഗ് കോയിലിന്റെ ഒരു പ്രത്യേകത, അത് DC മെഷർമെന്റ്സിന് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഓക്കെ, അതില് സ്കെയിൽസ് എന്തായിരുന്നു, യൂണിഫോം ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, മൂവിംഗ് കോയിൽ എന്നതിലുള്ളത് അല്ലാതെ ഇവിടെ DC-യിലും AC-യിലും നമുക്ക് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിൽ മെഷർമെന്റ്സ് എടുക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ഇൻ AC ആൻഡ് ഇൻ DC. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ആയിരിക്കും. പിന്നെ മൂവിംഗ് കോയിലിൽ യൂണിഫോം സ്കെയിൽ ആയിരുന്നു, മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നോൺ യൂണിഫോം സ്കെയിലാണ്. ഇതിൽ രണ്ട് ടൈപ്സ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് വരുന്നത്. ഒന്ന് അട്രാക്ഷൻ ടൈപ്പും ഒന്ന് റിപ്പൽഷൻ ടൈപ്പും. എന്താണ് അട്രാക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ, attraction of a single piece of soft iron into a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ സോഫ്റ്റ് അയണിന്റെ ഒരു സിംഗിൾ പീസിനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് മൂവ്മെന്റ്സ് സംഭവിക്കുന്നതാണ് attraction type moving iron instrument. Repulsion type repulsion of two adjacent pieces of iron magnetized by the same magnetic field. മേലെ അട്രാക്ഷൻ കൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ ഇവിടെ റിപ്പൾഷൻ മൂലമാണ് പോയിന്റിന്റെ മൂവ്മെന്റ് ഒക്കെ സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് അട്രാക്ഷൻ ടൈപ്പ് MI ഇൻസ്ട്രുമെന്റിന്റെ ഫിഗർ വരുന്നത്. ഇതിൽ നമുക്ക് ഈ ഫിഗർ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന്റെ ഫിഗർ ആണ് ഈ കാണുന്നത്. എയർ ഡാമ്പിംഗ് ചേംബർ ആണ് ഇതിൽ കാണുന്നത്. ഇവിടെ വരുന്നത് നമുക്കൊരു മൂവിംഗ് അയൺ എന്ന് പറയുന്നത് ഈ ഓവൽ ഷേപ്പിൽ കാണുന്നതാണ്. ഓവൽ ഷേപ്പിൽ കാണുന്ന ഈ ഒരു സംഭവമാണ് മൂവിംഗ് അയൺ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, കൺട്രോൾ വെയിറ്റ് ഉണ്ട് അല്ലേ. ഇവിടെ കോയിൽ വൈൻഡിങ്സ് വരുന്നുണ്ട്, ഇവിടെയും കോയിൽ വൈൻഡിങ്സ് വരുന്നുണ്ട്, ഒരു ബാലൻസ് വെയിറ്റ്, പോയിന്റർ. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന മെയിൻ പാർട്ട്. ഓക്കെ, ഇതിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ വിച്ച് ക്യാരീസ് എ കറന്റ് ടു ബി മെഷേർഡ്. ഓക്കെ, ഒരു കോയിൽ ഉണ്ട്. ഓവൽ ഷേപ്ഡ് സോഫ്റ്റ് ആൻഡ് ഡിസ്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. സോഫ്റ്റ് ആൻഡ് ഡിസ്ക് ഉണ്ട് ഓവൽ ഷേപ്പിലുള്ളത്, കെപ്റ്റ് നിയർ ഇറ്റ്. The disc is pivoted on a spindle. ഒരു സ്പിൻഡിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. A pointer is attached to the spindle. The pointer moves over a calibrated scale. ആ പോയിന്റർ കാലിബ്രേറ്റഡ് സ്കെയിലിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്താണ്, കൺട്രോളിംഗ് ടോർക്ക് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, സ്പ്രിംഗ് കൺട്രോൾ അല്ലെങ്കിൽ ഗ്രാവിറ്റി കൺട്രോൾ, ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി കൺട്രോളിംഗ് ടോർക്ക് കൊടുക്കും നമ്മൾ. ഡാമ്പിംഗ് ടോർക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ബൈ മൂവിംഗ് എ ലൈറ്റ് പിസ്റ്റൺ ഇൻ an air chamber. ഓക്കെ, ഇവിടെ വർക്കിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയാണ് കൺസ്ട്രക്ഷന്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ. വർക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെഷർ ചെയ്യേണ്ട കറണ്ട് നമ്മൾ കോയിലിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് അവിടെ. ഓക്കെ, when the current to be measured is passed through the coil, a magnetic field is produced. Okay, the soft iron disc get magnetized. Soft iron disc എന്താവും, magnetize ആവും by this magnetic field, ഈ ഒരു magnetic field കാരണം, and is attracted towards the center of the coil. അപ്പോൾ എന്ത് സംഭവിക്കും, മാഗ്നറ്റൈസ് ആയ ഇത് കോയിലിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ദിസ് അട്രാക്ഷൻ ഓഫ് ദ ഡിസ്ക് ടുവാർഡ്സ് ദ കോയിൽ റൊട്ടേറ്റ്സ് ദ സ്പിൻഡിൽ. അത് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള കാരണമാവും, വിച്ച് ഇൻ ടേൺ കോസസ് ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റർ. ആ ഒരു അട്രാക്ഷനെ കൊണ്ട് എന്ത് സംഭവിക്കും, പോയിന്റിൽ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ, ദ അയൺ ഡിസ്ക് വുഡ് ഓൾവേസ് ബി മാഗ്നറ്റൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഇസ് പുൾഡ് ഇൻവേർഡ്സ്. ഡയറക്ഷൻ ഒന്നും നോക്കാതെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അയൺ ഡിസ്ക് would always be magnetized in such a way that it is pulled inwards. ഉള്ളിലേക്ക്
വലിച്ചുകൊണ്ടിരിക്കും. എന്തിന്? അയൺ ഡിസ്ക്. ഓക്കെ. ഹെൻസ് MI ഇൻസ്ട്രുമെന്റ്സ് can be used for measuring DC as well as AC. അതും ഞാൻ പറഞ്ഞു, രണ്ട് കേസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, DC-യിലും AC-യിലും. ഇവിടെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ ഡിസ്കിൽ ഉണ്ടാവുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടല്ലോ, അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒന്നാമത്തെ കാര്യം, ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് H പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോയിൽ. കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് H എന്നാണ്. ഓക്കെ, H എന്ന ലെറ്റർ വെച്ചിട്ടാണ്. രണ്ടാമത്തതോ, ദ പോൾ സ്ട്രെങ്ത് ഡെവലപ്ഡ് ബൈ ദ ഡിസ്ക് വിച്ച് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ H. അതായത് ഈ ഡിസ്കിൽ ഉണ്ടാവുന്ന പോൾ സ്ട്രെങ്തിനെ നമ്മൾ സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് Hനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വേറൊരു ടൈപ്പിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തന്നെ നമ്മൾ ലെറ്റേഴ്സിന്റെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, F എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ്. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു MH. അതായത് M എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? Hനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ H സ്ക്വയറിനെയും H² അതിനെയും നമ്മുടെ ഈ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഹെൻസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് TD പ്രൊപ്പോർഷണൽ ടു ഈ ഫോഴ്സ് ആണ്, അത് പ്രൊപ്പോർഷണൽ ടു H². ഇതാണ് നമ്മുടെ റിപ്പൽഷൻ ടൈപ്പ് MI ഇൻസ്ട്രുമെന്റിന്റെ ഫിഗറാണിത്. ഇതിൽ നമുക്ക് എന്ത് കാണാം? ഒരു കോയിൽ ഫിക്സഡ് ആയിട്ട് കാണാം. നമുക്ക് ഇവിടെ ഒരു ഫിക്സഡ് കോയിൽ ഉണ്ട്. ഓക്കെ, ഒരു ഫിക്സഡ് അയൺ എവിടെ കാണാം? എ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് അയണിനെ നമുക്കിവിടെ ഈ ഫിക്സഡ് കോയിലിൽ അറ്റാച്ച് ചെയ്ത പോലെ കാണാം. പിന്നെ ഇവിടെ ഒരു മൂവിങ് അയണിനെ എവിടെ കാണാം? B ആണ് മൂവിങ് അയൺ വരുന്നത്. അതിനെ ഈ സ്പിൻഡിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് മൂവിങ് അയണിനെയും കാണാം. പിന്നെ ഈ സ്പ്രിങ്, കൺട്രോൾ സ്പ്രിങ് ഇവിടെ വരുന്നുണ്ട്. ഡാമ്പിംഗ് കൊടുക്കാനായിട്ട്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് കൊടുക്കാനായിട്ട് എയർ ചേംബർ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു പോയിന്ററും സ്കെയിലും ആണ് വരുന്നത്. ഇത്രയാണ് ഇതിന്റെ കൺസ്ട്രക്ഷന്റെ കേസിൽ വരുന്നത്. ഇവിടെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് കോയിൽ C. നേരത്തെ കാണിച്ചു തന്നു, ഒരു ഫിക്സഡ് കോയിൽ ഉണ്ട്. അതിന്റെ ഉള്ളിൽ രണ്ട് സോഫ്റ്റ് അയൺ റോഡ്സ് ഉണ്ട്, എയും ബിയും. എ എന്താണ്? എ ഫിക്സഡ് ആണ്, ബി മൂവബിൾ ആണ്. ഓക്കെ, കൺട്രോളിംഗ് ടോർക്ക് എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? കൺട്രോൾ സ്പ്രിങ്സ് വഴിയാണ്. സ്പ്രിംഗ് കൺട്രോൾ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡാമ്പിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എയർ ചേംബർ യൂസ് ചെയ്തിട്ടുള്ള എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. ഇവിടെ വർക്കിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? when the current to be measured is passed through the coil, ആ കോയിലിൽ കൂടെ മെഷർ ചെയ്യേണ്ട കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എവിടെ? കോയിലിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ മാഗ്നറ്റൈസ് ചെയ്യും? അതിന്റെ കോയിലിന്റെ ഉള്ളിലുള്ള A എന്നും B എന്നും പറയുന്ന രണ്ട് സോഫ്റ്റ് അയൺ റോഡ്സിനെ മാഗ്നറ്റൈസ് ചെയ്യും. ഒരേപോലെ മാഗ്നറ്റൈസ് ചെയ്യും. സിമിലർലി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഹെൻസ് ദേ റിപ്പൽ ഈച്ച് അതർ. സിമിലർലി ആവുമ്പോൾ എന്ത് സംഭവിക്കും? ആ രണ്ട് സോഫ്റ്റ് അയൺ റോഡ്സും മാഗ്നറ്റൈസ് ആയ രണ്ട് സോഫ്റ്റ് അയൺ റോഡ്സും റിപ്പൽ ചെയ്യും. അതിൽ ഒരെണ്ണം ഫിക്സഡ് ആണ് അല്ലേ? എ ഫിക്സഡ് ആണ്, ബിക്ക് മാത്രമാണ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരേ മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന പോലെ മാഗ്നറ്റൈസ് ചെയ്തിരിക്കുന്ന എയും ബിയും എക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബി എന്ത് ചെയ്യും? ബി എയിൽ നിന്നും റിപ്പൽ ചെയ്തിട്ട് ദൂരേക്ക് മൂവ് ചെയ്യും അല്ലേ? അങ്ങനെയാണ് പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. ബി ആണ് എന്തായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? പോയിന്ററിന്റെ സ്പിൻഡിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ബി മൂവ് ചെയ്യുമ്പോൾ പോയിന്ററും മൂവ് ചെയ്യും. അങ്ങനെയാണ് പോയിന്റർ മൂവ് ചെയ്യുന്നത്. ദ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിൽ. കോയിലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ റിപ്പൽഷൻ ഫോഴ്സ്. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദ കോയിൽ, the rods will be magnetized similarly and hence will repel each other. ഡയറക്ഷൻ നോക്കണ്ട, നമുക്ക് ഡയറക്ഷൻ റെസ്പെക്റ്റീവ് ആണെങ്കിൽ കൂടെ ഇതിലുള്ള ഫ്ലോ ഓഫ് കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെ the rods will be magnetized similarly മാഗ്നറ്റൈസ് ചെയ്തിരിക്കുന്ന ഈ റോഡ്സ് എന്ത് സംഭവിക്കും? റിപ്പൽ ചെയ്യും. അപ്പോൾ ഇത് AC-യിലും DC-യിലും യൂസ് ചെയ്യാൻ പറ്റും. ഡയറക്ഷൻ ഇറസ്പെക്റ്റീവ് ആയതുകൊണ്ട് AC-യിലും DC-യിലും ഇത് ഈ മൂവിങ് ഇൻസ്ട്രുമെന്റ് റിപ്പൽഷൻ ടൈപ്പും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ.